പടം എന്തുകൊണ്ട് കാണുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനത്തെ 15 മിനിറ്റ് നൈസായിരുന്നു. അതിനകത്ത് മമ്മൂട്ടി എടുത്ത ഈ ക്ലൈമാക്സ് വൈശാഖ വീക്ക്നസ് എന്ന് പറഞ്ഞ ആ ക്ലൈമാക്സ് പൊളിയായിരുന്നു. ആ 15 മിനിറ്റ് മമ്മൂട്ടി എടുത്താണ് എഫേർട്സ് ആക്ഷൻ ചെയ്താൽ മതി. ഹാറ്റ്സ് ഓഫ് അത് ഈ പ്രായത്തിൽ. ബാക്കി നോക്കുവാണെങ്കിൽ പടം ആവറേജ് അല്ല ബിലോ ആവറേജ് എനിക്ക് ഫീൽ ചെയ്തു. സ്റ്റാർട്ട് മുതൽ നമുക്ക് മാസ് പടമാണെങ്കിൽ നമുക്കൊരു ഇമോഷണൽ കണക്റ്റ് പ്രേക്ഷകർ കിട്ടിയാലേ പടത്തിലേക്ക് ഇന്നാവുള്ളൂ. അത് ഈ പടത്തിന് മിസ്സിങ് ആയിരുന്നു. കുറേ ആപ്പിങ്സ് നടക്കുന്നുണ്ട്, പക്ഷേ ഒന്നൊരു ഇമോഷണൽ കണക്റ്റ് വരുന്നില്ല. ചുമ്മാ വെറുതെ കണ്ടിരിക്കാവുന്ന ഒരു വൺ ടൈം വാച്ചബിൾ മൂവി വരെ ആയിരുന്നു. പക്ഷേ ക്ലൈമാക്സ് എനിക്ക് ഹുക്ക് ചെയ്തു, നല്ല ഫീൽ ഉണ്ടായിരുന്നു. ആൻഡ് സെക്കൻഡ് പാർട്ട് പോലെ വരുന്നുണ്ട്, അത് നൈസായിരുന്നു. സോ അതുവരെ എന്നെ ആവറേജ് അല്ലെങ്കിൽ ബിലോ ആവറേജ് ചെയ്യുന്നുണ്ട്. ക്ലൈമാക്സ് ആയപ്പോൾ പൊളിയായിരുന്നു. മമ്മൂട്ടിയേക്കാൾ കൂടുതൽ സ്കോർ ചെയ്യണ ബിന്ദു പണിക്കറാണ്. ബിന്ദു പണിക്കറുടെ ക്യാരക്ടർ നൈസായിരുന്നു. പിന്നെ ബിജിഎം കൊള്ളായിരുന്നു. ഓവറോൾ പറയുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വൺ ടൈം വാച്ചബിൾ മമ്മൂട്ടിയുടെ ആക്ഷൻ വന്ന് കാണാൻ പറ്റിയ ഒരു മൂവി. അല്ലാതെ മാരക പടം വലിയ സംഭവമായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. മൊത്തത്തിൽ ഒരു ബിലോ ആവറേജ് മൂവിയാണ്. പക്ഷേ ക്ലൈമാക്സ് കൂടിയായിരുന്നു. മാസ് കൂടി പോയല്ല ഇവിടെ നമുക്ക് മാസ് എന്തെങ്കിലും നമുക്ക് പ്രേക്ഷകർക്ക് ഫീൽ ചെയ്യണം, ഇടിക്കണം എന്നുള്ളത്. ആ ഒരു ഇമ്പാക്റ്റ്, ഒരു ഇമോഷണൽ കണക്ട് അത് കിട്ടിയില്ല, എനിക്ക് കിട്ടിയില്ല പേഴ്സണലി. ഇനിയിപ്പോൾ ബാക്കിയുള്ള എനിക്ക് പേഴ്സണലി ഒരു ബിലോ ആവറേജ് മൂവി. ഈ പടത്തിൽ എന്തായാലും കാണാൻ പറ്റി. പിന്നെ മമ്മൂട്ടി കമ്പനി ഒന്നും കാണാണ്ട് ഈ പടം പിടിക്കില്ലെന്ന് 100% ഇപ്പോൾ തെളിയിച്ചേക്കാണ്. പടം ഒരു 1.5 ഇടിപ്പടം അങ്ങനെ വേണം പറയാം. പിന്നെ ക്ലൈമാക്സ് കൊണ്ട് നിർത്തിക്കുന്ന സെക്കൻഡ് പാർട്ടിലേക്ക് ഒരു എൻട്രി പോലെയാണ്. സെക്കൻഡ് പാർട്ടൊക്കെ വരും, എന്തായാലും വരും. അത് എന്തായാലും കിടക്കുമെന്ന് ഉറപ്പുണ്ട്. പിന്നെ ഇതിൽ വില്ലെന്ന് പറഞ്ഞാൽ രാജ്ബി ഷെട്ടി. പുള്ളിയെ കാണാൻ ഒരു വില്ലെന്ന് ലുക്കില്ലെങ്കിലും പുള്ളിയുടെ ഗ്യാങ്ങും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരു കട്ട വില്ലൻസൊക്കെ ശരിക്കും കയറി വന്നിട്ടുണ്ട്. എന്തായാലും പടം ഞെരിപ്പടം. മാസ് മാത്രമേ ഉള്ളൂ പടത്തിൽ. ഫൈറ്റിൽ ഒരു ഫൈറ്റൊന്നുമല്ല, ഫൈറ്റ് പോലെ ചവറ് പോലെ ഫൈറ്റാണ് എന്തായാലും കിട്ടുന്നതാണ്. പിന്നെ ആ ഫൈറ്റിലൊക്കെ മമ്മൂക്കയുടെ പെർഫോമൻസ്, പിന്നെ ക്ലൈമാക്സ് ഫൈറ്റ് വരുമ്പോൾ മമ്മൂക്കയുടെ ഒരു എനർജിയും കാര്യങ്ങളൊക്കെ നമുക്ക് എടുത്ത് കാണാൻ പറ്റും. പിന്നെ തിയേറ്ററിൽ നിന്ന് ആസ്വദിക്കാവുന്ന സംഭവം. പിന്നെ ഫാമിലിക്കൊക്കെ ധൈര്യമായിട്ട് കയറാം. കാരണം ഇതൊരു ഫാമിലി കണക്ട് ആയിട്ട് ലാസ്റ്റ് ക്ലൈമാക്സ് ഒക്കെ കൊണ്ടുവരും. അതൊക്കെ നമുക്ക് രസമായിട്ട് തിയേറ്ററിൽ ഇരുന്ന് കാണാം. എന്തായാലും ഞെരിപ്പടം. എൻ്റെ കാൽക്കുലേഷനിൽ ഞാൻ പറഞ്ഞില്ലേ 300 കോടിയാണ് ഞാൻ എൻ്റെ ഒരു കാൽക്കുലേഷൻ. അത് അടിക്കോ ഇല്ലെന്ന് പറഞ്ഞുകൂടാ. എന്തായാലും ഞാൻ 300 തന്നെ പറയും. കാരണം കന്നഡ, തെലുങ്ക് അവിടെയൊക്കെ ഇതിപ്പോൾ 65-72 രാജ്യങ്ങളിലല്ലേ റിലീസ്. അപ്പോൾ പിന്നെ എന്തായാലും അത് വെട്ടിക്കും, ഉറപ്പാണ് കാര്യം. എന്തായാലും പടം ഞെരിപ്പടം. എല്ലാവർക്കും ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്തോ കാണാനുള്ള മുതലുണ്ട്. മിഥുൻ ചേട്ടൻ്റെ സൈഡിൽ നിന്നൊക്കെ ഒരു ഭയങ്കര ഒരു നല്ല സ്ക്രിപ്റ്റൊക്കെ പ്രതീക്ഷിച്ചു. പിന്നെ പോസിറ്റീവായിട്ടൊരു കാര്യം, ഫൈറ്റും ഗംഭീര ഫൈറ്റാണ്. നമുക്ക് ഈ പ്രായത്തിൽ ഹാറ്റ്സ് ഓഫ്, ഗംഭീര ഫൈറ്റാണ്. ക്ലൈമാക്സ് ഒക്കെ പ്രത്യേകിച്ച് എടുത്ത് പറയണതാണ്. ഗംഭീര ക്ലൈമാക്സാണ്. സിറ്റുവേഷൻ ഒക്കെ നല്ല ഗംഭീരമായിട്ട് ഒരു മാസ് മസാല പടമാണ്. സോ ആ ഒരു എൻ്റർടൈൻമെൻറ്റ് വാല്യൂ ആണ്. മാസാണ് അതാണ്. വേറെ എൻഗേജിങ് ആയിട്ട് നോർമൽ ക്ലീശ ഫൈറ്റ് എടുത്ത് പറയേണ്ട സംഭവം. സെക്കൻഡ് പാർട്ട് ഉണ്ടാവും. അങ്ങനെയൊക്കെ ഒരു സംഭവം എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല.